വിയാസ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മുള്ളൻ പൊള്ളിച്ചതാണ്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മുള്ളൻ പൊള്ളിച്ചതാണ്. അപ്പോൾ അതിനാവശ്യമുള്ള 1 കിലോ മുള്ളൻ കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചേക്കണതാണ്. പിന്നെ അതിനാവശ്യമുള്ള 2 ടീസ്പൂൺ ചതച്ച മുളക്, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഒരു ചെറിയ സവാള, ഒരു തക്കാളി, 2 കഷ്ണം ഇഞ്ചി, ഒരു 5-8 കഷ്ണം ചുവന്നുള്ളി, 5 പച്ചമുളക്, കറിവേപ്പില, പിന്നെ 1 കുടം വെളുത്തുള്ളി. പിന്നെ സാമ്പാറിൽ ചേർക്കണ പുളിയാണ് ചേർക്കണത്. അപ്പോൾ ഈ മറ്റേ നമ്മൾ കുടംപുളി ചേർക്കാൻ നേരത്ത് എന്ന് വെച്ചാൽ പുളി അതിൽ കിടക്കുമ്പോൾ വീണ്ടും പുളി ഇറങ്ങിയിട്ട് മുള്ളനധികം പുളി വന്നിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം സാമ്പാർ ചേർക്കണ പുളിയാണ് ചേർക്കണത്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി അരിഞ്ഞിട്ട് മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ട് നമുക്ക് കാണാം. തക്കാളിയും പച്ചമുളകും അരിഞ്ഞാണ് ചേർക്കണത്. ബാക്കിയുള്ള ചേരുവയെല്ലാം കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ആയാൽ മതി, ഭയങ്കരമായിട്ട് അരയണ്ട, ഇത്ര ആയാൽ മതി. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ചട്ടി ചൂടായി, നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു നുള്ളു ഉലുവ. ഇനി ചതച്ച് വെച്ചേക്കുന്ന ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, സവാള, ചുവന്നുള്ളി എല്ലാം ചതച്ച് ചേർത്ത് കൊടുത്തു. ഇനി പച്ചമുളക് ചേർത്ത് കൊടുക്കും. കുറച്ച് കറിവേപ്പില. ഒരുവിധം മൂത്തു. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചട്ടിയുടെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ ചേർത്തുന്നുള്ളൂ. ഇനി എടുത്തു വെച്ചേക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് നന്നായിട്ട് യോജിച്ച് പൊടിയൊക്കെ നന്നായിട്ട് മൂക്കണം. പച്ചമണം മാറണ വരെ നന്നായിട്ട് വാട്ടിയെടുക്കണം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്തു. ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒരുപാട് വാടണമെന്നൊന്നുമില്ല, ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. അതിൻ്റെ പുളി ചേർത്ത് കൊടുക്കാം. പുളി നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കണം, ഒരുപാട് പുളിയായാലും കൊള്ളൂല. പിന്നെ ലാസ്റ്റ് കറി വാങ്ങുമ്പോൾ നല്ല ഈ തേങ്ങാപ്പാൽ ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കണില്ല, അപ്പത്തിന് അങ്ങനെയൊക്കെ കഴിക്കാൻ തേങ്ങാപ്പാൽ ചേർത്താൽ നല്ലതാണ്. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഒരുപാട് വെള്ളം വറ്റിക്കാനുള്ള ചെറിയ വെള്ളത്തിലാണ് എടുക്കണത്. കൊണ്ടുവന്ന് നോക്കട്ടെ. പുളി കറക്റ്റാണ്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. മുള്ളൻ ഇട്ടിട്ട് അധികം നേരം വച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുള്ളൊക്കെ പൊടിഞ്ഞ് ഭയങ്കര ഇതാവും. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് ഒരുവിധം ചാറൊക്കെ പാകത്തിനായി കഴിഞ്ഞിട്ട് മുള്ളൻ ചേർത്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ട് നമുക്ക് കാണാം. ചാറൊക്കെ ഒരുവിധം കുറുകി. ഇനി മീൻ ചേർത്ത് കൊടുക്കാം. മീൻ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് തീ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് തീ കുറച്ച് വെച്ചാൽ മതി. 10 മിനിറ്റ് കഴിയുമ്പോൾ ഓഫാകാം. പിന്നെ അപ്പോഴപ്പോൾ ഇടയ്ക്ക് ഇളക്കണ്ട. ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊടിഞ്ഞു പോകും. ഇനി അധികം ഇളക്കാൻ നിൽക്കണ്ട. അപ്പോൾ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് തീ കുറച്ച് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം.
അപ്പോൾ ഒരു 10 മിനിറ്റ് തീ കുറച്ച് വെച്ച് ഇപ്പോൾ ഞാൻ തീ കെടുത്തി. ഇത്രയും ചാറിലാണ് ഞാൻ എടുക്കുന്നത്. ചാറൊട്ടും വേണ്ടാത്തവർ കുറച്ചും കൂടെ വറ്റിച്ചെടുക്കാം. പിന്നെ നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചാൽ നല്ലതാണ്. ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കണില്ല, വെളിച്ചെണ്ണയാണ് ഒഴിക്കണത്. അപ്പോൾ വാങ്ങണതിന് മുമ്പായിട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കണം, കറിവേപ്പില, പിന്നെ ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മുള്ളൻ കറി റെഡിയായി. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. താങ്ക് യു.